കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനവും സൗത്ത് വെസ്റ്റ് ഭദ്രാസനവും ഒരുമിച്ച് ചേർന്ന് ഇവിടെയുള്ള യുവതലമുറ, പ്രത്യേകിച്ച് MGOCSM സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയുന്നത് ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ കേൾക്കാൻ ഇടയാകുന്നത്. ഏതൊരു സമൂഹത്തിൻ്റെയും ജീവനാഡി എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ ചിന്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്രകാരം ഒരു നേതൃത്വ പരിചയം എല്ലാവർക്കും നൽകിക്കൊണ്ട് ഈ പരിശുദ്ധ സഭയുടെയും അതുപോലെ തന്നെ മലങ്കര സഭയുടെ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളായി നേതൃത്വ നിലയിലേക്ക് അവരെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്താണ് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കേണ്ടത്? ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ലീഡർഷിപ്പിനെ കുറിച്ചാണ് നാം പലപ്പോഴും ചിന്തിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ശുശ്രൂഷ ചെയ്യുന്നവനാണ് യഥാർത്ഥ നേതൃത്വ ശക്തി എന്നുള്ളതാണ്. തന്നെ കുറിച്ച് തന്നെ താൻ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനാണ്. അപ്പോൾ ഒരു നേതൃത്വ മനസ്സുകളിൽ ഉണ്ടാകേണ്ട പ്രധാന ചിന്ത മറ്റുള്ളവരെ ഏകോപിപ്പിച്ച് അവർക്ക് ശുശ്രൂഷകൾ ചെയ്ത് അവരെ നേരായ വിധത്തിൽ വഴികാട്ടുവാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്വമാണ് ഒരു ലീഡറിൽ ഉണ്ടാകേണ്ടത്. അതിനെ ഒരുപാട് പരിശീലനവും അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് സഹിഷ്ണുതയോടെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഓരോരുത്തരെയും ഏകോപിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. റിസ്ക് ജീവിതത്തിൽ എടുക്കുവാൻ അവരെപ്പോഴും തയ്യാറാകണം. അതുപോലെ ഇത് ദൈവികമായ ഒരു ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യം അവരിൽ ഉണ്ടാകണം. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ ഏതൊരാൾ നേതൃത്വ നിലയിൽ എത്തിയാലും അവർക്ക് ചിലപ്പോൾ വിമർശനങ്ങളും അങ്ങനെ പല വ്യത്യസ്ത അഭിപ്രായങ്ങളും കേൾക്കാനിട വരും. അതെല്ലാം സഹിഷ്ണുതയോടെ നേരിട്ട് വളരെ സ്നേഹപൂർവം എല്ലാവരോടും പെരുമാറുന്നതിനും സംസാരിക്കുന്നതിനും ഇടപെടുന്നതിനും ഒരു നേതാവിൽ ആ വിധത്തിലുള്ള ഗുണവിശേഷം ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു തന്നോടൊപ്പം പ്രവർത്തിക്കുവാൻ 12 ശിഷ്യന്മാരെ വേർതിരിച്ച് അവരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ പെടുന്നതിന് മുൻപ് അവരാരുമായിരുന്നില്ല. ഉപജീവനാർത്ഥം അവരുടെ കുടുംബ പ്രാരാബ്ദങ്ങളും അങ്ങനെയുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും അവരത്ര മെച്ചപ്പെട്ടവരായിരുന്നില്ല എന്ന് വേണം കരുതുവാൻ. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ആ ജീവിതത്തോട് പരിചയപ്പെട്ട് യേശുവിൽ നിന്ന് ലഭിച്ച അറിവും പരിചയവും എല്ലാം അവരെ ലോകത്തിൽ വലിയ നേതാക്കന്മാരാക്കി തീർത്തു എന്നുള്ളത് വസ്തുതയാണ്. മോശയുടെ ജീവിതവും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് നൽകിയ എല്ലാ നിയോഗങ്ങളും വളരെ ആത്മാർത്ഥതയോടെ പൂർത്തീകരിപ്പാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു.
സഭയെ സംബന്ധിച്ചിടത്തോളമായിരുന്നാലും ഒരു നേതൃത്വ ഗുണം എന്ന് പറയുന്നത് അത് വളരെ അനിവാര്യമാണ്. നേതൃത്വ ഗുണമുള്ളവരെ ആത്മാർത്ഥതയുള്ള ജീവിതമുള്ളവരായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്മനസ് കാണും, ധാരാളം സഹിഷ്ണുത കാണും, സേവന താല്പര്യം അവരിലുണ്ടാകും. ഒരു ജീവിത മാതൃക തന്നെ പുലർത്തിയെങ്കിൽ മാത്രമേ ആ നേതൃത്വം ഏറ്റവും പ്രയോജനകരമായി ഭവിക്കുകയുള്ളൂ എന്നുള്ളത് നാം സ്മരിക്കരുത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യുവതലമുറയാണ് ഈ സഭയുടെ നാളെ അതിന് മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണമുള്ള ഓരോരുത്തരെയും കണ്ടെത്തുവാൻ ആവശ്യമായിരിക്കുന്ന അത് ഈ ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ടവരെയാണ്. അതുകൊണ്ട് അവർക്ക് ഇപ്രകാരമുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും നേതൃത്വത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ പഠിക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഞാൻ കരുതുന്നു, മനസ്സിലാക്കുന്നു. ഈ ക്യാമ്പിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. ഇത് മുടങ്ങാതെ നടത്തപ്പെടണം. നല്ല നല്ല ആശയങ്ങൾ പല വിധത്തിൽ പങ്കുവെച്ചും ചർച്ച ചെയ്തും സമാഹരിച്ച് അതും ഓരോ വ്യക്തിത്വത്തിലും അത് കൂടുതൽ ഒരു നേതൃത്വ ഗുണം ഉണ്ടാകാൻ തക്കവണ്ണം ഇടയാകണം. അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നെന്ന് അറിയുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഈ 2017 നേതൃത്വ ക്യാമ്പിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്.